മഴയും ഓസ്ട്രേലിയയും തകർത്ത് കളിക്കുകയാണ് ഗാബയിൽ. ബ്രിസ്ബനിലെ മൂന്നാം ടെസ്റ്റിൽ മൂന്നാം ദിനത്തിൽ മഴ കാരണം താൽക്കാലികമായി കളി നിർത്തിയപ്പോൾ ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സിൽ വൻ ബാറ്റിംഗ് തകർച്ചയെ അഭിമുഖീകരിക്കുകയാണ്. 48 റൺസ് നേടിയപ്പോഴേക്കും 4 മുൻനിര വിക്കറ്റുകൾ നഷ്ടമായി. ഓപ്പണർ യശസ്വി ജയ്സാൾ 4 റൺസിന് മിച്ചൽ സ്റ്റാർക്കിന്റെ പന്തിൽ മിച്ചൽ മാർഷ് പിടിച്ച് പുറത്തായി. ഇന്നിംഗ്സിലെ രണ്ടാം പന്തിലായിരുന്നു ഇത്. മൂന്നാം ഓവറിലെ ആദ്യ പന്തിൽ ശുഭ്മാൻ ഗില്ലും സമാനമായ രീതിയിൽ മിച്ചൽ സ്റ്റാർക്കിന്റെ പന്തിൽ മിച്ചൽ മാർഷിന് ക്യാച്ച് സമ്മാനിച്ചു. 1 റൺ മാത്രമാണ് നേടിയത്. വിരാട് കോഹ്ലി 3 റൺസിന് പുറത്തായി. 16 പന്തുകൾ നേരിട്ട കോഹ്ലി ഷോട്ടുകൾ കളിക്കാനാവാതെ പതറുകയായിരുന്നു. ഹേസൽവുഡിന്റെ പന്തിൽ അലക്സ് കാരെയാണ് പിടികൂടിയത്. വിക്കറ്റ് കീപ്പർ ബാറ്റർ ഋഷഭ് പന്തിന്റെ ഊഴമായിരുന്നു പിന്നീട്. 12 പന്തിൽ 9 റൺസുമായി കമ്മിൻസിന്റെ പന്തിൽ അലക്സ് കാരെ ക്യാച്ച് എടുത്തു. KL രാഹുൽ മാത്രമാണ് പിടിച്ചു നിന്നത്. ആറാമനായി ബാറ്റ് ചെയ്യാനെത്തിയ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ക്രീസിലുണ്ട്. ഓസ്ട്രേലിയ ഒന്നാം ഇന്നിംഗ്സിൽ 445 റൺസാണ് നേടിയത്. ഇന്ത്യ 6 വിക്കറ്റ് ശേഷിക്കെ ഒന്നാം ഇന്നിംഗ്സിൽ 397 റൺസ് പിന്നിലാണ്. 7-ന് 405 എന്ന നിലയിൽ മൂന്നാം ദിനം ബാറ്റിംഗ് പുനരാരംഭിച്ച ആതിഥേയർക്ക് 40 റൺസ് കൂടി ചേർക്കുന്നതിനിടെ ശേഷിക്കുന്ന വിക്കറ്റുകൾ നഷ്ടമായി. പിടിച്ചുനിന്ന അലക്സ് കാരെയാണ് അവസാനമായി പുറത്തായത്. ട്രാവിസ് ഹെഡ് 152, സ്റ്റീവൻ സ്മിത്ത് 101 എന്നിങ്ങനെ സ്കോർ നേടി നേരത്തെ സെഞ്ചുറി കുറിച്ചിരുന്നു. ഇനി മത്സരം സമനിലയിൽ അവസാനിപ്പിക്കാൻ പിടിച്ചു നിൽക്കുക മാത്രമാണ് ഇന്ത്യക്ക് മുന്നിലുള്ള വഴി. ഇതിന് ഇന്ത്യക്ക് മഴയുടെ സഹായം കൂടി ആവശ്യമാണ്. ഈ മത്സരത്തിൽ തോറ്റാൽ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലെത്താനുള്ള ഇന്ത്യയുടെ മോഹങ്ങൾ അവസാനിക്കും. 2 മത്സരങ്ങളിൽ ഓരോ ജയവുമായി പരമ്പര 1-1 സമനിലയിലാണിപ്പോൾ. മഴ കാരണം ഒന്നാം ദിനം 13.2 ഓവർ മാത്രമേ സാധ്യമായുള്ളൂ. രണ്ടാം ദിനത്തിലാണ് ഓസ്ട്രേലിയ കൂറ്റൻ സ്കോർ പടുത്തുയർത്തിയത്. 6 വിക്കറ്റ് വീഴ്ത്തി ബുംറ ഇന്ത്യക്കായി തിളങ്ങിയെങ്കിലും മറ്റു ബൗളർമാർ ഓസീസിനെ കാര്യമായി ബുദ്ധിമുട്ടിച്ചില്ല. മുഹമ്മദ് സിറാജിന് 2 വിക്കറ്റ് ലഭിച്ചു. ഇനി ഇന്ത്യക്ക് 500-ലധികം റൺസ് സ്കോർ ചെയ്യുകയും 2.5 ദിവസത്തിനുള്ളിൽ ഓസ്ട്രേലിയയെ 2 തവണ പുറത്താക്കുകയും ചെയ്യുക അസാധ്യമാണെന്ന് തന്നെ പറയാം. ഇപ്പോഴത്തെ നില തുടർന്നാൽ ഇന്ത്യ ഫോളോ ഓൺ ചെയ്യേണ്ടി വരും. KL രാഹുലും രോഹിത് ശർമ്മയും ചേർന്ന് ഫോളോ ഓൺ ഭീഷണി ഒഴിവാക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. ഇതിനിടെ റെക്കോർഡ് നേട്ടം ട്രാവിസ് ഹെഡിനുണ്ടായിരുന്നു. പെർത്തിൽ നടന്ന ഒന്നാം ടെസ്റ്റിൽ 101 പന്തിൽ 89 റൺസാണ് ഹെഡ് നേടിയത്. സെഞ്ചുറി നഷ്ടമായെങ്കിലും അഡ്ലേഡിൽ നടന്ന രണ്ടാം ടെസ്റ്റിൽ 141 പന്തിൽ 140 റൺസ് എടുത്ത് ആ കുറവ് നികത്തുകയും ചെയ്തു. രണ്ടാമത്തെ ഇന്നിംഗ്സിൽ ട്രാവിസ് ഹെഡിന് ബാറ്റ് ചെയ്യേണ്ടി വന്നില്ല. ബ്രിസ്ബൻ മൂന്നാം ടെസ്റ്റിലെ ആദ്യ ഇന്നിംഗ്സിൽ 160 പന്തിൽ 152 റൺസ് നേടി ഹെഡ് ചരിത്രം കുറിച്ചു. ടെസ്റ്റിന്റെ ശേഷിക്കുന്ന സമയങ്ങളിലെ കാലാവസ്ഥ മികച്ചതല്ല എന്നതാണ് നിലവിൽ ഇന്ത്യയെ സംബന്ധിച്ചുള്ള സന്തോഷ വാർത്ത. ഇന്ന് 90%, ചൊവ്വാഴ്ച 100% മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ പ്രവചനം. കുറച്ചധികം മഴ പെയ്താൽ ഗബയിൽ ഒരു ദിവസം മുഴുവൻ ക്രിക്കറ്റ് കളി ഉപേക്ഷിക്കേണ്ടി വരും.